ബിജെപിയുടെ ടെക്നോക്രാറ്റ് മുഖം കൂടിയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ ന്യൂസ് 8നോടൊപ്പം തത്സമയം ചേരുകയാണ്. അഭിനന്ദനങ്ങൾ സാർ. ആരാകും സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള വലിയ വാർത്തകളും അത്തരം സ്പെക്കുലേഷൻസ് ഒക്കെ വന്നപ്പോൾ കുമ്മന രാജശേഖരൻ തൊട്ട് താങ്കളുടെ പേര് വരെ ഒരുപാട് പ്രവർത്തന പരിചയമുള്ള നേതാക്കന്മാരുടെ പേരുകൾ വരെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി കേന്ദ്ര നേതൃത്വം തന്നെ തെരഞ്ഞെടുക്കുമ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ്. അതൊരു അൺഎക്സ്പെക്ടഡ് ഒരു കോളായിരുന്നു. അവരെ ഒഴിവാക്കിയിട്ടല്ല, അവരാണ് എന്നെ പ്രൊപ്പോസ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരാളെ ഒഴിവാക്കിയിട്ട് മറ്റാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്ന ഒരു 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 ട്രഡീഷനൊന്നുമില്ല. എല്ലാവരും നോക്കി. ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് കോള് കിട്ടിയത് ഇന്നലെ 9 മണിക്കായിരുന്നു. ഞാൻ റെഡിയാവാൻ പോയായിരുന്നു കോർ കമ്മിറ്റി മീറ്റിംഗ് പോകാൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നോട് പറഞ്ഞത് അപ്പോഴായിരുന്നു. എന്നോട് പറഞ്ഞത് എല്ലാവരും കൂടെ കേരള നേതൃത്വം അവരാണ് തീരുമാനിച്ചത്. എൻ്റെ പേരാണ് നോമിനേഷൻ ഫയൽ ചെയ്യേണ്ടത്. അത് പിന്നെ നമ്മുടെ സെൻട്രൽ പാർട്ടി ഹൈക്കമാൻഡും അനലൈസ് ചെയ്ത് അവർ നിശ്ചയിച്ചതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഒരു ടീമായിട്ടാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഇതിൽ ഒരാൾക്ക് കിട്ടി മറ്റാൾക്ക് കിട്ടിയില്ല എന്ന് അങ്ങനെയൊന്നുമില്ല. ഞാൻ കാണുന്നത് എനിക്ക് ഒരു പേഴ്സണലായിട്ട് ഒരു വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അഭിമാനവും ഗൗരവമുള്ള ഒരു എൻ്റെ റെക്കഗ്നിഷനും ആണെന്നാണ് ഞാൻ പേഴ്സണലായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഞാൻ അധ്വാനിക്കും, എല്ലാവരും കൂടെ ഇടുന്ന് പണിയെടുക്കും. എന്നിട്ട് എനിക്ക് തന്ന ഒരു ദൗത്യം എന്ന് പറഞ്ഞത് NDA BJP സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരണം. അങ്ങനെയാണ് നമുക്ക് ഇവിടെ കുറച്ച് മാറ്റം കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടുക. അതാണ് ഞാൻ ഇന്ന് എല്ലാവരോടും പറഞ്ഞത്. പ്രവർത്തകരോട് എല്ലാവരും ഇന്ന് സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്. ട്രിവാൻഡ്രം ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയം തൊട്ടേ നമ്മൾ സംസാരിച്ചപ്പോൾ ഡെവലപ്മെന്റ് പോളിസികളാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ താങ്കൾ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രാറ്റജി ഷിഫ്റ്റ് ഇതിനകത്ത് അങ്ങനെ ഒരു സിഗ്നൽ കൂടി ഇതിനകത്തുണ്ടോ? ഞാൻ കാണുന്നില്ല കേട്ടോ. ഇത് ചിലവർ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആനലിസ്റ്റോ ഒരു മീഡിയ എക്സ്പേർട്ടൊന്നും അല്ല. എന്നോടിങ്ങനെ ഓരോരോ എക്സ്പേർട്ട് സെൽഫ് ടൈറ്റിൽ എക്സ്പേർട്സ് പറയുന്നു ഇത് ഒരു ഷിഫ്റ്റാണ്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ഷിഫ്റ്റോ അങ്ങനെ ഒരു ചേഞ്ചൊന്നുമില്ല. അത് നമ്മുടെ ഈ വരുന്ന സാഹചര്യത്തിൽ ഒരു ടെക്നോളജി, യൂത്ത്, സ്കില്ലിംഗ് അതെല്ലാം ഞാൻ ഭയങ്കര പാഷനറ്റാണ് ആ ഇഷ്യൂസിനെ പറ്റി. അതുകൊണ്ട് ആ ഒരു നെറേറ്റീവും കൊണ്ടുവരണം നമ്മുടെ ബേസിക് ഐഡിയോളജി സബ്കാ സാത്ത് സബ്കാ വികാസ് നമ്മുടെ ഐഡിയോളജിയിൽ അതായിരിക്കും. ബട്ട് അങ്ങനെ ഞാനൊരു വലിയ മാറ്റമാണെന്ന് കാണുന്നില്ല. ഞങ്ങളുടെ 2014 മുതൽ ഇന്നു വരെ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ചെയ്യുന്നത് എന്താണ്? സബ്കാ സാത്ത് സബ്കാ വികാസ്. ഒരു ദുർബലമായ ഒരു ഇന്ത്യൻ ഇക്കോണമീനെ 4ാം നമ്പറിന്റെ ഇക്കോണമി ആക്കി ഈ 11 കൊല്ലത്തിൽ അദ്ദേഹം ഒരു ഗുഡ് പോളിസി, ഗുഡ് ഗവർണൻസ്, ഗുഡ് ഇക്കണോമിക് ഐഡിയോളജി കൊണ്ട് അദ്ദേഹം ഈ ന്യൂ ഇന്ത്യ ആക്കി. അതേമാതിരി ഇന്ന് കേരളത്തിന്റെ സ്ഥിതി ഇന്ത്യ 2014 കേരള 2025 ഒരേ ഒരു സ്ഥിതിയിലാണ്, ഒരു ദുർബലമായ ഒരു ഇക്കോണമിന്റെ സ്ഥിതിയിലാണ്. അതുകൊണ്ട് ആ ഒരു പെർഫോമൻസ്, പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞങ്ങളെ BJPയും ചെയ്യുന്നത്. മേ ബി എൻ്റെ ഒരു സ്റ്റൈല് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുന്നോ, കുറച്ചൊരു ന്യൂവാൻസ് ഉണ്ടാവും, അതിന്റെ സാധ്യതയുണ്ട്. BJP കഴിഞ്ഞ 5 വർഷം K. സുരേന്ദ്രന്റെ ലീഡർഷിപ്പിൽ മുന്നോട്ട് വെച്ച ചില കീ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ചില ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. അത് കീ ലെസൺ ആയിട്ട് താങ്കൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ അതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ സുരേന്ദ്രൻജിന്റെ ടേം 5 മാസം, 5 കൊല്ലം 1 മാസത്തിന്റെ ടേമും ഭയങ്കര ഒരു എഫക്റ്റീവ് ട്രാൻസ്ഫോർമേഷണൽ ടേം ആയിരുന്നു. ഞങ്ങളുടെ വോട്ട് ഷെയർ എത്രയോ വർദ്ധിച്ചു. ഞങ്ങൾ ഒരു MP ഇലക്ഷൻ ജയിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ
അത് ചെയ്തത് ഇനി ചെയ്യില്ല എന്നോ അത് അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നു അങ്ങനെ ഞാൻ കാണുന്നില്ല. ബി ജെ പി ഒരു പറഞ്ഞ പാർട്ടി ഒരു കൺസിസ്റ്റന്റ് പാർട്ടിയാണ്. ഞങ്ങളൊരു കോർ ഐഡിയോളജിന്റെ ഒരു കോർ ഡെവലപ്മെന്റ് ഐഡിയോളജി ഉണ്ട്. അതിന് വേറെ വേറെ ടൈപ്പ് ഓഫ് ആർട്ടിക്കുലേഷൻ ചിലപ്പോൾ ഉണ്ടാവാം. സുരേന്ദ്രൻജീന്റെ സ്റ്റൈല് വേറെ ആയിരിക്കും, എന്റെ സ്റ്റൈൽ കുറച്ച് ഒരു വ്യത്യാസം ഉണ്ടാവും. ബട്ട് ഞങ്ങളുടെ കോർ തോട്ട് പ്രോസസ് അതെന്താണ്? ഈ കോൺഗ്രസും യു ഡി എഫും CPM-ന്റെ LDF-ലും അവരുടെ ഐഡിയോളജിയിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു പാർട്ടി അഴിമതിയുടെ പാർട്ടി, മറ്റേ പാർട്ടി ആക്രമണത്തിന്റെ പാർട്ടി ആയിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ഇതിപ്പോ രണ്ട് പാർട്ടിയും അഴിമതിയും ആക്രമണത്തിന്റെ പാർട്ടി ആയിരിക്കുന്നു, രണ്ട് പാർട്ടിയും അപ്പീസ്മെന്റിന്റെ പാർട്ടി ആയിരിക്കുന്നു. അതുകൊണ്ട് ഇക്കണോമിക് ഐഡിയോളജിയും ഗവർണൻസ് ഐഡിയോളജിയും നോക്കുമ്പോൾ ശരിക്കും ഒരു ഓൾട്ടർനേറ്റ് ഇന്ത്യയിൽ കേരളയില് നമ്മുടെ ഇന്ത്യയാണ് എന്നാണ് ഞങ്ങൾ ആദ്യവും പറഞ്ഞത്, ഇനിയും പറയാൻ പോകുന്നത്. മിഷൻ 26 എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ BJP നല്ല വിസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ ആ വിസിബിലിറ്റി മുഴുവൻ വോട്ടായില്ല. ഈ വിസിബിലിറ്റി മുഴുവൻ വോട്ടാകാനുള്ള ഒരു അപ്രോച്ച് താങ്കൾ കൊണ്ടുവരുമോ? അതാണോ ഈ മിഷൻ? ഞാൻ അതിനെപ്പറ്റി അത്ര വിചാരിച്ചിട്ടില്ല, ഡീറ്റെയിൽ പോയിട്ടില്ല. ബട്ട് ഇന്ന് ഞാൻ ഭയങ്കര സ്പഷ്ടമായിട്ട് ഇന്ന് പ്രവർത്തകരുടെ സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവരുടെ ആഗ്രഹം കേരളയിൽ മാറ്റം കൊണ്ടുവരണം, കേരളത്തിന്റെ ട്രജക്ടറി മാറ്റണം. ബട്ട് ഞാൻ ഇന്നൊരു പുതിയ ഒരു പോയിന്റ് വെച്ചു, അത് ചെയ്യാൻ നമുക്ക് അധികാരത്തിൽ വരണം. അപ്പോ ഇത് എലക്ഷൻ ജയിക്കുന്നത് മാത്രമല്ല, എലക്ഷൻ ജയിച്ച് മാറ്റം കൊണ്ടുവരണമെങ്കിൽ എലക്ഷൻ ജയിക്കണം. അതുകൊണ്ട് അത് എനിക്ക് തന്ന ഹൈക്കമാൻഡ് തന്ന ഒരു ദൗത്യമാണെന്ന് ഞാൻ ഭയങ്കര ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഇന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അത് ചെയ്യുന്നവരെ ഞാൻ മടങ്ങിപ്പോയില്ല എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ടറൽ വിക്ടറി ആണ് ഞങ്ങളുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്, ഒരു മിഷൻ, ഒരു ഗോൾ, ഒരു ലക്ഷ്യം. അത് ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാവരോടും ഇന്ന് ഷെയർ ചെയ്തു. അതാണ് ഞങ്ങളുടെ ടീമിന്റെ ഒരു കോമൺ ഗോൾ ആവാൻ പോകുന്നത്. അതിലൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട് ആ ഇലക്ടറലി. ഒരു സ്പെസിഫിക് ടാർഗറ്റ് ഈ 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ടാർഗറ്റ് വിചാരിക്കുന്നുണ്ടോ? അത് അധികാരത്തിൽ എത്തണമാണ് ടാർഗറ്റ്. 2026 BJP കേരളത്തിൽ അധികാരത്തിൽ, BJP NDA അധികാരത്തിൽ എത്തണമാണ് ടാർഗറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മടങ്ങി പോവില്ല എന്നും അതും ഞാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അണികളെ ആ തരത്തിൽ ഒരു മോട്ടിവേറ്റ് ചെയ്യുമ്പോഴും ഫാക്ഷനലിസം ഇവിടെ ഒരു വിഷയമായിരുന്നു. പലതരത്തിലുള്ള പരസ്യ പ്രസ്താവനകളൊക്കെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നെല്ലാം വന്നു. ഇതോടുകൂടി ആ വിഷയങ്ങളെല്ലാം അവസാനിച്ചു. അങ്ങനെയാണോ? ഇനി അങ്ങനെ ഒരു ഗ്രൂപ്പ് വിഷയങ്ങൾ BJP-യിൽ ഉണ്ടാവുകയില്ല? അങ്ങനെയാണ്. ഞാൻ ഇതിനെ പറ്റി ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയട്ടെ. ഇത് ഞാൻ കേട്ടിട്ട് ഞാൻ എത്രയോ കേട്ടതാണ്. ബട്ട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിപ്പോ കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഒരു കൊല്ലം ആയില്ലേ. ഞാൻ അതിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിലായിരുന്നില്ല. എന്നോട് എത്ര ആൾക്കാർ പറഞ്ഞു അവിടെ ഗ്രൂപ്പിസം ഉണ്ട്, ഇത് ഈ ഗ്രൂപ്പാണ്, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്. ഞാൻ ഈ ഒരു കൊല്ലം ചില്ലറ ദിവസത്തില് അങ്ങനെ ഗ്രൂപ്പിസമായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അത് പണ്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ പറയുന്നു, ഈ ഒരു ദൗത്യം, ഈ ഒരു മിഷൻ മുമ്പോട്ട് വെച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ടീമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് ശോഭാ സുരേന്ദ്രൻജി, കുമ്മനം രാജേട്ടൻ, V. മുരളീധരൻ, സുരേന്ദ്രൻജി, ഞാന് എല്ലാവരും ഇരുന്ന് നമ്മൾ തീരുമാനിച്ചിട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പിസം ഞാൻ കണ്ടിട്ടില്ല. ഒന്ന്, ഞാൻ എക്സ്പീരിയൻസും ചെയ്തിട്ടില്ല. രണ്ടാമത്തത്, അത് ഉണ്ടെങ്കിലും, അത് നിങ്ങൾ പറഞ്ഞത് ഉണ്ടെങ്കിലും ഈ ഒരു കോമൺ ഗോൾ മുമ്പിൽ വെച്ച് നമ്മൾ അധ്വാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ ഫിനോമിനന്റെ ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇനിയൊരു രാജീവ് ഗ്രൂപ്പ് വരെ ഉണ്ടായേക്കും എന്ന് വരെ പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു ചാൻസേ ഇല്ല. ഞാൻ അത് തുറന്നിട്ടില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഞാൻ തുറക്കാൻ പോകുന്നില്ല. അതിന് മെമ്പർഷിപ്പ് ആർക്കും കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല. ഒരു ഗ്രൂപ്പ് ഉള്ളൂ ഇവിടെ, അത് BJP. രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ട് NDA. അതിൽ ഒരു 2-3 വേറെ പാർട്ട്നേഴ്സ് ഉണ്ട്. BJP-യിൽ പറഞ്ഞ ഗ്രൂപ്പിൽ എല്ലാവരും ഒരേ സമാനം, എല്ലാവരും
ആ ഗ്രൂപ്പിലുണ്ട്. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പൊ കെ സുരേന്ദ്രൻ മാറുന്നു, ശോഭാ സുരേന്ദ്രനുണ്ട്, അങ്ങനെ എം ടി രമേശ് അടക്കം, ഇവർക്കൊക്കെ ഇനി പാർട്ടിയിൽ എങ്ങനെയായിരിക്കും ഇവരെ ഇനി പ്ലേസ് ചെയ്യാൻ പോകുക ഈ മുതിർന്ന നമുക്ക് നോക്കാം. അതെല്ലാം ഇവരെല്ലാം സീനിയർ ലീഡേഴ്സാണ്, എത്രയോ എക്സ്പീരിയൻസ് ആണ്. എന്നെക്കാട്ടും കേരള രാഷ്ട്രീയത്തിനെ പറ്റി അവർക്ക് എത്രയോ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് എല്ലാം പാർട്ടിക്ക് ഉപയോഗിക്കണം, പാർട്ടിയെ ഡിപ്ലോയ് ചെയ്യണം. അവരെല്ലാം ലീഡേഴ്സാണ്. അവരെല്ലാം നന്നായി ഒരു പൊസിഷനും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എല്ലാം പാർട്ടി തീരുമാനിക്കും. അതിൽ ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. അവരെല്ലാവരും ഒരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ 2026 അസംബ്ലി ഇലക്ഷനാണ് പ്രധാന ഗോൾ എന്ന് പറഞ്ഞു. ഈ ലോക്കൽ ബോഡി ഉണ്ട്, ലോക്കൽ ബോഡി അടക്കം. ഈ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ഏതാണ്ട് പരിപൂർണമായിട്ട് പരാജയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു താങ്കളുടെ പ്രകടനം. ആ ഒരു മൊമെന്റം സംസ്ഥാന വ്യാപകമായിട്ട് BJPയിലേക്ക് എത്തിക്കുക, NDAയിലേക്ക് എത്തിക്കുക, കൂടുതലും യുവ വോട്ടർമാരെ ആകർഷിക്കുക, അതായിരിക്കുമോ ഒരു സ്ട്രാറ്റജി? സ്ട്രാറ്റജി ആയിരിക്കും 100%. ഞങ്ങൾക്ക് യൂത്ത് വോട്ടർ, ഞങ്ങൾക്ക് ഡൽഹിയിലാണോ ഏത് സംസ്ഥാനത്തെ ഇലക്ഷനാണോ, ഞങ്ങളുടെ BJP NDAയിലെ ഒരു ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ഞങ്ങളുടെ പ്രൊപ്പോസിഷൻ, ഞങ്ങളുടെ ഒരു ബേസ് വോട്ടാണ് യൂത്തിന്റെ വോട്ട്. അതിന്റെ ഒരു കാരണമുണ്ട്. ഈ കഴിഞ്ഞ 11 കൊല്ലം യൂത്തിന് വേണ്ടി എത്രയോ അവസരങ്ങൾ, സ്കില്ലിംഗ് ആണോ, സ്റ്റാർട്ടപ്പ് ആണോ, ഇൻവെസ്റ്റ്മെന്റ് ആണോ, തൊഴിലാണോ, എത്രയോ അവസരങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ട് യൂത്ത് ഒരു മാസ് BJPന്റെ ഒരു വോട്ട് ബേസാണ്. കേരളയിൽ അത് ഇതുവരെ നടന്നിട്ടില്ല. അത് ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്യാൻ അധ്വാനിക്കും. അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അഡ്രസ് ചെയ്യും. ബിക്കോസ് ശരിക്കും യൂത്ത്, കേരളത്തിന്റെ യൂത്ത് ആണോ ഇന്ത്യയുടെ യൂത്ത് ആണോ, ഒരു പാർട്ടി യൂത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ, ഒരു ഭാവിനെ പറ്റി വിചാരിച്ച് ഒരു വികസിത് ഭാരതിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് ഒരു BJP NDA മാത്രമാണ്. അതുകൊണ്ട് ഇവിടെയും അത് ഞങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ട് നറേറ്റീവ് ഞങ്ങൾ ബിൽഡ് ചെയ്യും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പൊളിറ്റിക്കൽ സെനാറിയോ വേറെയാണെന്നും BJP ഒരു ഔട്ട്സൈഡർ പാർട്ടിയാണ് എല്ലാ കാലത്തും, LDF UDF ഒരു ഡ്യുവോപോളി മറികടക്കാൻ BJPക്ക് കഴിയുന്നില്ല എന്ന് എപ്പോഴും പറയും. അങ്ങനെ ഒരു ആത്മവിശ്വാസം ശരിക്കുണ്ടോ? എനിക്കുണ്ട്. അത് എനിക്ക് എന്റെ ഒരു ആത്മവിശ്വാസമല്ല, ഒരു സ്ട്രോങ് ആത്മവിശ്വാസമാണ്. ഈ കോൺഗ്രസും LDFും അവർ രണ്ടാളും ഫെയിൽഡ് ഐഡിയോളജിയാണ്. അവർ ഫെയിൽഡ് ഇക്കണോമിക് ഗവർണൻസ് ഐഡിയോളജിയാണ്. കോൺഗ്രസ് ഇന്നും ശരി UPAന്റെ 10 കൊല്ലം വിടും, അത് 10 കൊല്ലം മുമ്പേ ആയിരുന്നു, അത് രാഹുൽ ഗാന്ധി മിനിസ്റ്റർ ആയിരുന്നില്ല, അവർക്ക് ഒരു 10,000 എക്സ്ക്യൂസ് ഉണ്ട്. ഇന്നും കർണാടകയാണോ, ഹിമാചൽ പ്രദേശാണോ, തെലങ്കാനയാണോ, അവരെല്ലാവരും പറയുന്നത് കടം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല, അവിടെ ഡെവലപ്മെന്റിന് കാശില്ലെന്ന് അവരുടെ കർണാടക ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറയുന്നു. അപ്പൊ അവരെല്ലാവരുടെ ഒരു ഇക്കണോമിക് ഐഡിയോളജിയും ഗവർണൻസ് ഐഡിയോളജിയും ലെഫ്റ്റിന്റെ അങ്ങനെ ഒരു ഡിഫറെന്റ് ഐഡിയോളജി അല്ല. രണ്ടാളും ഭയങ്കര ക്ലോസാണ്. അവർക്ക് ഇക്കണോമിക് ആക്ടിവിറ്റി ഗ്രോ ചെയ്യണ്ട, അവർക്ക് തൊഴിലും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യണ്ട. അവരെ ഒരു വേറൊരു സ്ട്രാറ്റജിയാണ്. ഒരു പാർട്ടിക്ക് അഴിമതിന്റെ സ്ട്രാറ്റജി, മറ്റേ പാർട്ടിക്ക് നൂക്കൊലിന്റെ സ്ട്രാറ്റജി. അപ്പോ ഇത് വെച്ച് നോക്കുമ്പോൾ യൂത്ത് ഇന്ന് അവർക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ രാഷ്ട്രമെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് പുറത്തു പോവുക, മൈഗ്രേറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ യുവാക്കൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്ത് പോയിട്ട് പണിയെടുക്കുക, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സ്ഥലത്ത്. അതാണ് ഞങ്ങൾ പറയുന്നത്. അത് മാറ്റി ഇവിടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് ഇവിടെ തന്നെ തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത്, അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത്, നമ്മുടെ യൂത്ത് വെച്ച് കേരളയ്ക്ക് ഏറ്റവും വലിയ ആസറ്റാണ്. നമ്മൾ ഫ്യൂച്ചർ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ നാച്ചുറൽ റിസോഴ്സസ് ഒന്നുമില്ല. ഒരു ടൂറിസം ഉണ്ട്, സർവീസ് ഇൻഡസ്ട്രി ഉണ്ട്, മാനുഫാക്ചറിങ് ഇക്കോണമി ഒന്നുമില്ല. ശരിക്കുള്ളത് യൂത്താണ്, ടാലന്റഡ് യൂത്താണ് ഈ വരുന്ന സമയത്ത് ഏറ്റവും വലിയ ആസറ്റ്. ഞാൻ ഇന്ന് പറഞ്ഞു, ഒരു പുതിയ റൂളാണ് ഗ്ലോബൽ ഇക്കോണമിയിൽ, ഇൻവെസ്റ്റ്മെന്റ്സ് ഗോ ടു വേർ ടാലന്റ് ഇസ്. ഇത് മനസ്സിലായില്ലേ? ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് യുവാക്കളും ടാലന്റഡ് യുവാക്കളും ഉള്ള സ്ഥലത്ത് മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് പോവുള്ളൂ. ഈ ടാലന്റഡ് യുവാക്കൾ എങ്ങോട്ടാ പോകുന്നത്? അവര് പോകും അവസരങ്ങൾ ഉള്ള സ്ഥലത്ത്. അപ്പൊ നമ്മളെ മലയാളി കുട്ടികൾക്ക് എത്രയോ ടാലന്റഡ് മലയാളി കുട്ടികൾ ഞാൻ കണ്ടതല്ലേ ഇതെല്ലാം. അവര് പോകുന്ന കേട്ടാ ബാംഗ്ലൂര്, ഹൈദരാബാദ്, പുറത്ത്.
അപ്പൊ പിന്നെ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരിക? ടാലന്റ് ഇവിടെ ഇല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി, ആ ഒരു നെറേറ്റീവാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കാൻ പോകുന്നത്. ഭാവി കേരളത്തിനെ പറ്റി വിചാരിക്കുന്ന ജനങ്ങൾ NDA BJPനെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളാണ് ശരിക്ക് ഫ്യൂച്ചറിനെ പറ്റി വിചാരിക്കുന്ന ഒരു പാർട്ടി. മറ്റവരെല്ലാം ഇന്നും ഇന്നലെ പറ്റി വിചാരിക്കുന്ന പാർട്ടികളാണ്. ഞങ്ങളാണ് ഈ വികസിത് ഭാരതിന്റെ പറ്റി വിചാരിക്കുന്നത്. ഈ വികസിത് ഭാരത് ഉണ്ടാക്കുമ്പോൾ ഒരു വികസിത് കേരളം ഉണ്ടാക്കണം. അതുകൊണ്ട് ഞങ്ങളാണ് ഞങ്ങൾ തയ്യാറാണ് ഒരു ഡിബേറ്റ് ചെയ്യാൻ. ആരുടെ ഫ്യൂച്ചർ വിഷനാണ് ക്ലിയർ വിഷൻ? LDFന് ഒരു ഫ്യൂച്ചർ വിഷൻ ഉണ്ടോ? LDFന് നാളെ മറ്റന്നാളിലെ വിഷൻ ഇല്ല. ഇന്നത്തെ കടം എങ്ങനെ എടുക്കണം, ഇന്നത്തെ ശമ്പളം എങ്ങനെ കൊടുക്കണം, അതിന്റെ വിഷൻ ഇല്ല. കോൺഗ്രസിന്റെ വിഷൻ എന്താ? എങ്ങനെയെങ്കിലും കടം വാങ്ങിച്ച് അഴിമതി ചെയ്ത് പിന്നെ ഒരു കടം വാങ്ങിച്ച് അഴിമതി ചെയ്യുക, എന്നിട്ട് സാലറി കൊടുക്കണം. അത് ഇത് പൊളിറ്റിക്കൽ റെട്രിക് അല്ല. ഞാൻ പറയുന്നത് ഹിമാചൽ പ്രദേശിൽ നടക്കുന്ന സാധനം, തെലങ്കാനയിൽ നടക്കുന്ന സാധനം, കർണാടകയിൽ നടക്കുന്ന സാധനം. അതുകൊണ്ട് ഈ രണ്ട് പാർട്ടി ഇന്ന് ഞാനൊരു ഒരു യങ് സ്റ്റുഡന്റോ യങ് കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ എന്റെ ഭാവിനെ പറ്റി ഒരു പാർട്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് NDA BJP ആണ്. അത് നരേന്ദ്രമോദിജിയുടെ സർക്കാർ. നരേന്ദ്രമോദിയുടെ ഫ്യൂച്ചർ വിഷൻ, ഡെവലപ്മെന്റ് പോളിസികൾ അത് തന്നെയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP കേരളത്തിൽ അത് മാത്രമല്ല, ഒരു ഹിന്ദുത്വ ഇമേജ് ഇപ്പോഴുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് മുസ്ലിം പോപ്പുലേഷൻ ആണെങ്കിലും ക്രിസ്ത്യൻ പോപ്പുലേഷൻ ആണെങ്കിലും അവരെ ഈ ഹിന്ദുത്വ ഇമേജ് ആരാണ് ഉണ്ടാക്കിയത്? BJPയുടെ അത് ഉണ്ടാക്കിയത് LDFും കോൺഗ്രസ് അല്ലേ? 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജി പറയുന്നത് എന്താണ്? സബ്കാ സാത്ത് സബ്കാ വികാസ്. ഇതുവരെ 11 കൊല്ലത്തിൽ ഒറ്റ സ്കീം ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമോ, ക്രിസ്ത്യൻസിന് എല്ലാത്തൊരു സ്കീമോ, മുസ്ലിംസിന് എല്ലാത്തൊരു സ്കീം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ എപ്പോഴും പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ്. ഇത് പറയും, ഞങ്ങൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ ഇവർ 10 പ്രാവശ്യം പറയും അല്ല ഇത് വർഗീയവാദി പാർട്ടിയാണ്. എങ്ങനെയാണ് ഞങ്ങൾ വർഗീയവാദി? അവര് പറഞ്ഞു ഞങ്ങൾ വർഗീയവാദിയാണെന്ന്. ഞങ്ങൾ വർഗീയവാദിയായോ? ഞാൻ ഇന്നും പറഞ്ഞു ഞങ്ങൾ എന്താണ് ദൗത്യം, ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണ്? എല്ലാ മലയാളി കുടുംബം, എല്ലാ മലയാളി ജനങ്ങൾക്ക് പുരോഗതിയും വികസനത്തിന്റെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ താല്പര്യം. അതിൽ മതം ഇന്ന മതമാണോ ഇന്ന സമുദായം അല്ലയോ അതൊന്നും ഞങ്ങൾ പറയുന്നല്ലോ. എല്ലാ മതവും എല്ലാ സമുദായത്തിനും ഒരു അവസരം കിട്ടണം, അവർക്ക് പുരോഗതി വേണം, അവരുടെ കുട്ടികൾക്ക് മുമ്പോട്ട് പോകണം. അതുകൊണ്ട് ഞങ്ങളൊരു ഹിന്ദുത്വ പാർട്ടി, ഞാനൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദുത്വ പാർട്ടിയായോ? അത് ഇവര് പറഞ്ഞു. ആര് പറഞ്ഞു? LDF കോൺഗ്രസ് പറഞ്ഞു. അതെങ്ങനെ സത്യമായി? 2014 ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജി ഒരു സാധനം മാത്രമേ, ഒരു സെന്റൻസ് എപ്പോഴും പറയും, സബ്കാ സാത്ത് സബ്കാ വികാസ്. അതിന്റെ മലയാളത്തിൽ എന്താണ് മീനിങ്? വർഗീയവാദിയാണോ? പിന്നെ അപ്പോ അത് അവര് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇലക്ഷന് സമയത്തും ഞാൻ ചെയ്യാൻ വന്നത്, ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റീസ്, എനിക്ക് എത്രയോ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ നാട്ടില്. എന്നോട് നോക്കിയിട്ട് ഞാൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ BJP ആണ്, അതുകൊണ്ട് ഇത് ശരിയാണ്. ഞങ്ങൾക്ക് ചില ഇൻ പ്രിൻസിപ്പൽ പൊസിഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വഖഫ് അമെൻഡ്മെന്റ് ബിൽ, അത് ഞങ്ങളുടെ പൊസിഷൻ എന്താണ്? അത് കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധം, ഒരു അൾട്രാ വൈറസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ആക്ട് ആണ്. അതുകൊണ്ട് അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ അലൈൻമെന്റ് ചെയ്യാൻ ഒരു ഡിബേറ്റ് നടത്തണം. എന്തുകൊണ്ട് കോൺഗ്രസും ലെഫ്റ്റും മുനമ്പത്തിൽ 600 ഫാമിലിന്റെ ലാൻഡ് പോയി കഴിഞ്ഞ് അവർ ഈ ഡിബേറ്റിന് തയ്യാറല്ല? അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്ത് ഓടി നടക്കുന്ന ആൾക്കാര് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിന് ഡിസ്കഷൻ തയ്യാറല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്ത് നടക്കുന്ന ആൾക്കാർക്ക് മുസ്ലിം കോൺട്രാക്ടേഴ്സിന് 4% റിസർവേഷൻ കൊടുക്കണം. അത് ഞങ്ങൾ ഒപ്പോസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആന്റി മുസ്ലിം അല്ല, ഞങ്ങൾ ആന്റി വയലേറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഒരു പ്രൊവിഷൻ ഇല്ല. കർണാടകയിൽ പക്ഷെ അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, 4% റിസർവേഷൻ. എന്ത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടോ? എങ്ങനെ? അവർക്ക് അത് ക്യാബിനറ്റ് അല്ലേ അപ്രൂവ് ചെയ്തിരിക്കുന്നത്?
അത് ഗവൺമെന്റ് അവർ മാനിഫെസ്റ്റോയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതല്ല ഇത് ഒരു ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഒരു ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അവരെന്താണ് സിഗ്നൽ ചെയ്യുന്നത്? ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്നില്ല. We are going to go against religious ban on religion based constitution. അത് ഞങ്ങൾ ഒപ്പോസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നത് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ്. അവർ പറയും അല്ല അത് വർഗീയവാദി പാർട്ടിയാണ്, ഹിന്ദുത്വ പാർട്ടിയാണ്. മനസ്സിലല്ലേ? ഞാനിപ്പോ ഹമാസിന്റെ നാട്ടിൽ വരുമ്പോ കേരളയിൽ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒപ്പോസ് ചെയ്താൽ ഞാൻ ആന്റി മുസ്ലിമായ. ഏറ്റവും ഹമാസിന്റെ എതിരെ പറയുന്ന ആൾക്കാര് മുസ്ലിം കൺട്രീസ് ആണ്. അവരെന്തുകൊണ്ട് ഹിന്ദുത്വ പാർട്ടീസ് അല്ല? ഇതെല്ലാം ഇവര് ഒരു 20-30 കൊല്ലമായിട്ട് BJPനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ ഒരു പ്രൊപ്പഗാൻഡ നടത്തിയിട്ടുണ്ട്. ആര്? ലെഫ്റ്റ് ആദ്യം, പിന്നെ കോൺഗ്രസ്. അതിന് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. ഞങ്ങൾക്ക് അത് ശരി ഇതുവരെ സക്സസ്ഫുൾ ഒരു 50% ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 40%. അത് നമുക്ക് 100% ചെയ്യണം. ഇതെനിക്ക് മനസ്സിലാവും. ഒരു MP ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ആയിരുന്ന സമയത്തൊക്കെ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് ഈ കാര്യങ്ങൾ പറയാം. പക്ഷെ BJP സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ പല വിഷയങ്ങളിൽ മറുപടി പറയേണ്ടതായിട്ട് വരുന്നു. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ചില റൈറ്റുകളുണ്ട്. ഈ റൈറ്റുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില പ്രൊട്ടസ്റ്റുകളും നടക്കാറുണ്ട്. ദേശീയ തലത്തിലൊക്കെ നടക്കുമ്പോൾ VHP ഒക്കെ നടത്തുന്ന ചില പ്രൊട്ടസ്റ്റുകളും ചില ഇഷ്യൂസും ഇപ്പൊ പാലക്കാട് പോലും ക്രിസ്മസ് സെലിബ്രേഷനെതിരായിട്ടൊക്കെ നടക്കുമ്പോൾ ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ സ്റ്റേറ്റ് BJP അധ്യക്ഷൻ? ഞാനൊരു ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നില്ല. ആര് ക്രിസ്മസിന് ആരെങ്കിലും പോയിട്ട് തകർത്ത് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നു? ഇല്ല. എനിക്ക് കേരളയിലെ എല്ലാ മലയാളികളുടെയും മതവും അവരുടെ റൈറ്റ് ടു റിലിജ്യൻ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഇന്ന് കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു. അത് എല്ലാ BJP പ്രവർത്തകര്, അത് ചെറുതാണോ വലുതാണോ, നേതാവാണോ, പിന്നെ ബൂത്ത് കമ്മിറ്റി മെമ്പറാണോ, നമ്മളെല്ലാവരും ഒരു 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 അൺആംബിഗ്വസ് വിശ്വസിക്കുന്നു. നമ്മള് ഇങ്ങനെ ഒരു സാധനവും സപ്പോർട്ട് ചെയ്യില്ല. അതിൽ ആർക്കൊരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ക്രിസ്മസിന് 3 ആൾക്കാർ പോയിട്ട് എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യേ ഇല്ല. 100% സവർക്കർ നാഷണലിസ്റ്റ് ആണെന്ന് ഗവർണർ ആർലേക്കർ പറഞ്ഞപ്പോൾ അതും ഒരു വലിയ പ്രൊട്ടസ്റ്റിലേക്ക് പോയി. BJPയുടെ പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ ഒരു ഞാനിപ്പോ എല്ലാ ഇഷ്യൂസിനും ഞാൻ പോയി കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2 ആൾക്കാർക്ക് 2 വ്യൂ ഉണ്ട്. എന്നെ പറ്റി കോൺഗ്രസ്സുകാര് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ അവർ പോയി ചേസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാൻ നോക്കും? ഇല്ല. താങ്കൾ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ 3 ആൾക്കാർക്ക് എന്നെ പറ്റി 3 ഒപ്പീനിയൻ ഉണ്ടാവാൻ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് അല്ല, അത് ചെയ്തോട്ടെ. സവർക്കറിനെ പറ്റി വേറെ ആർക്കെങ്കിലും ഒരു വ്യൂ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു വ്യൂ ഉണ്ട്. അത് ഞങ്ങളുടെ വ്യൂ ഞങ്ങൾ മാറില്ല. അതിന് നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ സന്തോഷമില്ല. അതൊരു റൈറ്റ് ടു ഫ്രീ എക്സ്പ്രഷൻ. യു ക്യാൻ ഒപ്പോസ് മീ, ഐ ക്യാൻ ഒപ്പോസ് യു. അതുകൊണ്ട് തർക്കിക്കണം, അങ്ങനെ അടിക്കണം, അതൊരു വയലൻസ് ആവണമെന്ന് ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ വ്യൂ ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ്ലി മുമ്പോട്ട് വെക്കും. ഞങ്ങൾ ബിലീവ് ചെയ്യുന്നത് എല്ലാം ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ വാല്യൂ ബേസ്ഡ് ബിലീഫാണ്. ഞങ്ങൾ ഈ ഓപ്പർച്യൂണിസ്റ്റിക് രാഷ്ട്രീയം കളിക്കാൻ ഇന്ന് ഒരു സാധനം പറയും, നാളെ മറ്റേ സാധനം പറയും, അതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ പാർട്ടിയിൽ അത് ചെയ്യില്ല. ഇന്ന് ബിലീവ് ചെയ്യുന്നത് നാളെയും ബിലീവ് ചെയ്യും, അത് മിന്നാന്നും ബിലീവ് ചെയ്യുന്ന സാധനം. അത് ഒരു കൺസിസ്റ്റൻസി. ബിക്കോസ് ഞങ്ങളൊരു ഐഡിയോളജി ഉണ്ട്, ഒരു കോർ വാല്യൂ സിസ്റ്റം ഉണ്ട്. മറ്റേ പാർട്ടികൾക്കെല്ലാം ഇത് ഞങ്ങൾ ചിലപ്പോൾ പറയുന്നത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ യൂസ് ചെയ്യും, മിസ്യൂസ് ചെയ്യും. ചെയ്തോട്ടെ. ഞാൻ അതിൽ എല്ലാ CPM-കാരും പറയുന്നത് ഞാൻ പോയിട്ട് അതിനെ കോൺട്രഡിക്ട് ചെയ്യണമെന്നോ, പിന്നെ കോൺഗ്രസ്സുകാർ എന്നെ പറ്റി ട്രോൾ ചെയ്താലോ BJPനെ പറ്റി ട്രോൾ ചെയ്താൽ ഞാൻ അത് പോയി ചാടി അതിനെ ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നു. അങ്ങനെ എനിക്ക് സമയമില്ല. എനിക്ക് വേറെ എത്രയോ പണി ചെയ്യണം, അധ്വാനിക്കണം. അത് ഞാൻ ചെയ്യും. ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒരു നോർമൽ ഇഷ്യൂ ആണ്. ഡെമോക്രസിയിൽ അതൊരു നോർമൽ ഇഷ്യൂ ആണ്. അതിന് ഞാനൊരു നെഗറ്റീവായിട്ട് കാണുന്നില്ല. ഈ ബാലൻസിംഗ് ആയിരിക്കും ഒരു സോഷ്യൽ ബാലൻസിംഗിലും ഉണ്ടാവുകയല്ലേ? വെള്ളാപ്പള്ളി നടേശൻ കുറച്ചു മുമ്പ് പറഞ്ഞു വളരെ നല്ല ചോയ്സ് ആണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡന്റ് ആയിട്ടെന്ന്. അപ്പം സമുദായ നേതാക്കൾ, NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്രിസ്ത്യൻ സഭകളാണെങ്കിലും അങ്ങനെ ഒരു ബാലൻസിംഗ് കൂടുതൽ ശക്തമാക്കാനായിരിക്കും. അതാണ് ഞാൻ പറയാനായിരിക്കുന്നത്. ഇതിൽ ബാലൻസ് ഒന്നുമില്ല. എന്ത് ബാലൻസ്? ഞങ്ങൾ പറഞ്ഞത് എല്ലാവരുടെ അടുത്ത് എത്തുമ്പോൾ ഒരേ സമാനമാണ് എത്തുന്നത്. ഞാൻ
ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു വേറെ പാക്കേജ് ചെയ്തിട്ട് പറയല്ലോ, ഈ കമ്മ്യൂണിറ്റിക്ക് വേറെ ഒരു പാക്കേജ് ആയിട്ട് പറയേ, മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് മൂന്നാമത്തെ പാക്കേജ് ആയിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിൽ, ഈ നാടിൻ്റെ ഒരു ട്രജക്ടറി നമുക്ക് മാറ്റണം. നമുക്ക് ഈ സ്ഥിതിന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് രക്ഷിക്കണം. ആ ഒരു ട്രജക്ടറി മാറ്റാനും നമ്മുടെ ഒരു ഭാവി, ഒരു ശരിക്കൊരു വികസിത് കേരളത്തിന്റെ ഒരു പുതിയൊരു ഒരു വിഷൻ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്, താല്പര്യമുണ്ട്, എനർജി ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്. അതാണ് BJP NDA. മറ്റാർക്കാൾ മറ്റേവര് എന്താണ് അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഞാൻ അതിൽ ഇറങ്ങാൻ പോകുന്നില്ല. ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഈ 70 കൊല്ലം കഴിഞ്ഞിട്ട് 72 കൊല്ലം കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് എന്തെങ്കിലും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ എനിക്ക് കാണുവാൻ കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. എനിക്ക് എൻ്റെ മനസ്സിൽ ഇതാണ് മലയാളീസും നമ്മുടെ കേരള നാട്ടിലെ ജനങ്ങളും കാണുന്നത്. ഇവരെ എക്സ്പെരിമെന്റ് ചെയ്തു, ഇവർക്ക് എത്രയോ അവസരം കൊടുത്തു. ഇനി ടൈമായി ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, നമ്മുടെ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ടൈം വന്നിട്ടുണ്ട്. അതിന് BJP NDA ആണ് ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. നമുക്ക് അവർക്കൊരു ചാൻസ് കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ള വിഷയമാണ്. അത് UDF-ഉം LDF-ഉം ഒരുപോലെ പറയുന്നു. താങ്കൾ ഇങ്ങനെ ഒരു കോർ പൊസിഷനിൽ വരുമ്പോൾ അതിന് ഒരു സമ്മർദ്ദം നോക്കൂ. ഇത് കാശ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, ഇത് എൻ്റെ അച്ഛൻ, ഞാൻ ചെറുതാകുമ്പോൾ എനിക്ക് പ്രോബ്ലം ആകുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് എനിക്ക് കാശ് വേണമെന്ന് പറയുമ്പോൾ അച്ഛൻ അയക്കും. ഇങ്ങനെയല്ലല്ലോ. സംസ്ഥാന സർക്കാരും സെൻട്രൽ ഗവൺമെന്റും ഒരു സിസ്റ്റം ഉണ്ട്. കാശ് എങ്ങനെ വരും, ഒരു റൂൾസും ഒരു മെത്തേഡ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ ഇവിടെ 2 ട്വീറ്റ് ചെയ്ത് 2 പ്രസ് കോൺഫറൻസ് ചെയ്താൽ കാശ് ഓട്ടോമാറ്റിക്കലി വരില്ല. അവിടെ ഒരു പ്രിന്റിംഗ് പ്രസ് ഒന്നുമല്ലല്ലോ. ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനം, യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനം, അതില് കാശുണ്ട്. ആ കാശിന് ഒരു സിസ്റ്റം ഉണ്ട്. എങ്ങനെയാണ് അത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ എത്തുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യണം ആ കാശ് എടുക്കാൻ. സംസ്ഥാന സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ ആ കാശ് കിട്ടില്ല. അതാണ് റൂള്. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് അത്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, SDRF ഫണ്ട് യൂട്ടിലൈസ് ചെയ്യില്ല, അതിന്റെ യൂട്ടിലൈസേഷൻ ഡീറ്റെയിൽസ് കൊടുക്കില്ല. എന്നിട്ട് ഞാൻ പ്രസ് കോൺഫറൻസ് പോയി രാജ്യസഭയിൽ 2 ആൾക്കാരെ കൂടെ പറയിപ്പിക്കും ഞങ്ങൾക്ക് കാശില്ല. അതെങ്ങനെയല്ല. ഇതെല്ലാം ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനും ഇവിടുത്തെ എക്കണോമിക് മിസ്മാനേജ്മെന്റ് കവറപ്പ് ചെയ്യാനുള്ള ഒരു പ്രക്രിയ. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വയനാട് വിഷയത്തിലൊക്കെ ഹൈക്കോടതി പോലും കേന്ദ്രത്തെ ഹൈക്കോടതി ഒരു ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞു. ഹൈക്കോടതി എന്താ പറഞ്ഞു, നാഷണൽ ഗവൺമെന്റിന്റെ എക്സ്പ്ലനേഷൻ ഈ SDRF യൂട്ടിലൈസേഷൻ അവർ ഇതുവരെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. ആ 150 കോടി എന്തോ, എനിക്ക് നമ്പർ ഓർമ്മയില്ല, അവർ ചെയ്തിട്ടില്ല. ആ കാശ് ഡ്രോ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? അതെല്ലാം നമ്മളെ മാധ്യമം ചോദിക്കേണ്ടത്. അവിടെ കാശ് ശരിക്കും വയനാട്ടിൽ കാശ് വേണം. സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ കാശ് തയ്യാറായിട്ട് വെച്ചിരിക്കുന്നു. അത് ഡ്രോ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് കൊടുക്കണം. ഈ കാശ് 150 കോടിന്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എന്തിനാണ് ഈ ഒരു ബ്യൂറോക്രാറ്റിക് പ്രോസസ്സിനെ ഇമോഷണൽ ആക്കുന്നത്? ഇതൊരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ അല്ലേ? ഒരു പ്രോസസ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ ഒരു വഴിയല്ലേ? അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണെങ്കിൽ റെസ്പോൺസിബിളി അവിടുത്തെ കാശ് വന്ന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അയക്കുക. ഫോർ എക്സാമ്പിൾ ഈ ആശാ വർക്കേഴ്സിനെ ചോദിക്കാൻ പോകുന്നു. ഞാൻ അന്ന് അവിടെ പോയപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, സംസ്ഥാന സർക്കാരിന് മനസ്സിലാക്കേണ്ടത് ഈ ആശാ വർക്കേഴ്സ് നമ്മുടെ കേരള ജനങ്ങളെ അവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വാരിയേഴ്സാണ്. അവർ നമ്മുടെ ഫ്രണ്ട് ലൈനാണ്. ഇവർ ഡൽഹിയിൽ പണിയെടുക്കുന്ന ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അല്ല, ഇവിടുത്തെ ജനങ്ങളെ നോക്കുന്ന ആശാ വർക്കേഴ്സാണ്. ശരി, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട് വിചാരിക്കും. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. 2 ബ്യൂറോക്രാറ്റ്മാര് പറയുന്നു ഈ 120 കോടി ചെല്ലാനും മാച്ച് ആവുന്നില്ല, ഞങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, ഇവരെ റോഡിലിറക്കുക ചെയ്യുക. അവർക്ക് ആ ചില്ലറ കാശ് കൊടുക്കുകയല്ലേ വേണ്ടത് സംസ്ഥാന സർക്കാർ. എന്നിട്ട് പിന്നെ ആ ഡിസ്പ്യൂട്ട് പിന്നെ റിസോൾവ് ചെയ്യണം.
അല്ല ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണെന്നാണല്ലോ ഓ പിന്നെ അത് അഡ്മിറ്റ് ചെയ്യണം. ആശാ വർക്കേഴ്സിന് കൊടുക്കുന്ന കാശ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇല്ലെന്ന് പിന്നെ പറയണം. എന്തുകൊണ്ട് ഇത് സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നില്ല. ഞാന് പുറത്ത് പഠിക്കാണ്, എന്റെ അച്ഛൻ എന്റെ കാശ് അയക്കുന്നു, 2 ദിവസം ഡിലേ ആയിപ്പോയി, ബാങ്ക് ഡിലേ ആവുമ്പോ എനിക്ക് അവിടെ കാശ് കിട്ടിയില്ല. അപ്പോ ഞാൻ ഊണൊഴിക്കില്ലേ, ഞാൻ ബില്ല് പേ ചെയ്യില്ലേ? അതല്ല ഇത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ആശാ വർക്കേഴ്സാണ്. ഇവിടുത്തെ ജനങ്ങളെ സേവ ചെയ്യുന്ന ആശാ വർക്കേഴ്സ്. അവരുടെ എന്താണ് അവര് ഡ്യൂസ് കൊടുക്കാൻ എന്താ പ്രോബ്ലം? ശരി, ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട് പിന്നെ റിസോൾവ് ചെയ്യൂ. അവരെ വിളിച്ച് സംസാരിക്കണ്ടേ? അതാ ഞാൻ അവിടെ പോയപ്പോ ഞാൻ എന്താ റിക്വസ്റ്റ് ചെയ്തത്? ഞാൻ ഇതിൽ രാഷ്ട്രീയം ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞത് അവരെ വിളിക്കൂ, അവരോട് സംസാരിക്കൂ, എന്താണ് ഇഷ്യൂ. ഇത് 1000 കോടിയൊന്നല്ല, ഇത് ചില്ലറ കോടി കാശിന്റെ ഇഷ്യൂ ആണ്. അവര് ഇത്ര കാശില്ലെങ്കിൽ പറയണം എന്നാ. പിന്നെ ഓപ്പണായിട്ട് സംസ്ഥാന സർക്കാർ പറയട്ടെ, ഞങ്ങളുടെ ഖജാനയിൽ ട്രഷറിയിൽ ഇന്ന് ഈ 10 കോടി 20 കോടി കാശില്ല, പറയട്ടെ. അത് പറയില്ല. ഇങ്ങനെ ഓരോന്ന് ചുറ്റി സംസ്ഥാന സർക്കാരിന്റെ ഇഷ്യൂ അല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇഷ്യൂ ആണ്. ആണെങ്കിലും ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ ഒരു വേറെ വഴിയുണ്ട്, വേറെ മാർഗമുണ്ട്. ഇവരെ വേദനിപ്പിക്കണ്ട, ഇവർക്ക് ഇങ്ങനെ കഷ്ടം കൊടുക്കണ്ട, അവരുടെ സെറ്റിൽമെന്റ് കൊടുക്കോളൂ. എന്നിട്ട് ആ ഡിസ്പ്യൂട്ട് നമുക്ക്, ഞാൻ തയ്യാറാണ്, ഇവർക്ക് കാശ് കൊടുത്താൽ ഞാൻ തയ്യാറാണ് അവിടെ പോയിട്ട് ആ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ. ബട്ട് ഇത് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആക്കി മാറ്റിയാൽ ഞാൻ തയ്യാറാണ്. 2026 ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ആ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അലയൻസിലേക്ക് കൂടുതൽ പാർട്ടികൾ വരുമോ ബിജെപിയിലേക്ക്? അങ്ങനെ ഒരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അത് എനിക്ക് ഇന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു NDA എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്, ഒരു അലയൻസ് ഉണ്ട്. അത് സ്ട്രോങ് ആണ്. അതിനെ ഇനിയും സ്ട്രെങ്തൻ ചെയ്യണം. നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്യും. ഇന്ന് ആദ്യത്തെ ദിവസമല്ല. അതിന് ഞാൻ ഇപ്പൊ എല്ലാം ഇന്ന് പറഞ്ഞ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇനി 26 വരെ ഒന്നും പറയാൻ. ഒറ്റ ഒരു ക്വസ്റ്റ്യൻ സാർ, എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ഒരു അക്കൗണ്ടബിലിറ്റി സ്റ്റേറ്റ് പ്രസിഡന്റ് സ്വാഭാവികമായിട്ടാണ്. അപ്പൊ ഒരു മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെ സാറിന്റെ ഓണർഷിപ്പിലുള്ളത് കൊണ്ട് അതിന് ചില ബയസ് ഉണ്ടാവണമെന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരത്തിലുള്ള ക്രിറ്റിസിസം വരുന്നു. ഇതൊക്കെ കൂടി ടാക്കിൾ ചെയ്യുന്നത് ഒരു ചലഞ്ചിങ്. ഞാൻ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏതിന്റെ ഓണറൊന്നുമല്ല. ഞാൻ എന്തിന്റെയും ഒരു ഡയറക്റ്റ് കണക്ഷൻ. ജനങ്ങളോ ചിലപ്പോ രാവിലെ എണീറ്റ് കോൺഗ്രസ്സുകാർ പറയും അത് ബയസാണ്. രാവിലെ ഉച്ചയ്ക്ക് എനിക്ക് എന്റെ BJP കോളീഗ്സ് എന്നെ മെസ്സേജ് ഇട്ട് തെറി പറയും. അതുകൊണ്ട് അതല്ല, ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്ന ആളൊന്നുമല്ല. എനിക്കൊരു ഡയറക്ഷൻ ഉണ്ട്, എനിക്കൊരു ഗോൾ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ദൗത്യം ഭയങ്കര ക്ലിയർ ആണ്. അതിനുവേണ്ടി അധ്വാനിക്കും. അത് ജനങ്ങളെ വീട്ടു പോയിട്ട് ഈ മെസ്സേജ് ഒരു വികസനത്തിന്റെ മെസ്സേജ് ഞാൻ എൻ്റെ ടീമും BJP ഒരു ടീമായിട്ട് അധ്വാനിക്കാൻ നോക്കും. എന്നിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് മുമ്പോട്ട് പോയി. തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകർ ഉറ്റുനോക്കുന്നു സാർ. പുതുതായി വന്നാൽ വളരെ താങ്ക്സ് ലോട്ട് ന്യൂസ്. വളരെ